മോഹൻ വർഗീസ്, ഈ സാഹചര്യം ഇപ്പോൾ ഭാരതത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ, നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചകൾ, നടന്ന കൂടിക്കാഴ്ചകളെ കുറിച്ചൊക്കെ ഇപ്പം ഗൗതം ഞങ്ങളുടെ റിപ്പോർട്ടർ സംസാരിക്കുന്നത് കേട്ടിരിക്കുമല്ലോ. അതേസമയം ഇതേ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന സാഹചര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കണം. അവിടെ ലാഹോറിൽ സ്ഫോടന പരമ്പര നടക്കുന്നു. അതേസമയം ബലൂചിസ്ഥാനിൽ 14 പാക് പട്ടാളക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യം. അപ്പോൾ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുമ്പോൾ ഭാരതത്തിനെ ആക്രമിക്കാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പോരുന്ന മണിക്കൂറുകളായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോഴും ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ പാകിസ്ഥാന് നേരിടേണ്ടതുണ്ട്. അതേസമയം തന്നെ ഭാരതം തിരിച്ചടിച്ചിരിക്കുന്നു. ഇനി എന്ത് നിലപാടെടുക്കണമെന്ന രീതിയിലും പാകിസ്ഥാൻ ചിന്തിക്കുന്നു. ഈ ഒരു സാഹചര്യം, പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ സാഹചര്യത്തെ നമ്മളെങ്ങനെ നോക്കിക്കാണണം? ഈ പാകിസ്ഥാന് ഉള്ളിലേക്ക് നോക്കിയാൽ അതീവ സങ്കീർണമാണ് അന്തരീക്ഷം. ബലൂചിസ്ഥാനിൽ ബലൂച്ച് തീവ്രവാദികൾ അല്ലെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമി 14 പട്ടാളക്കാരെ വധിച്ചിരിക്കുന്നു. അത് വൈകി വരുന്ന വാർത്തയാണ്. അതുമാത്രമല്ല, നിരന്തരമായി ബലൂച്ച് സൈന്യത്തിൻ്റെ, ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിനെ നേരിടേണ്ടി വരുന്നു. പലപ്പോഴും അവിടുത്തെ പരാജയത്തിൻ്റെ പഴി മുഴുവൻ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യക്ക് മേലെയാണ്. അപ്പോൾ ഇന്ത്യയുമായി ചേർന്നുകൊണ്ടാണ് ബലൂച്ച് വിഘടനവാദികൾ പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന പാകിസ്ഥാൻ്റെ ഒരു നറേറ്റീവ്. അപ്പോൾ സ്വന്തം പരാജയം അല്ലെങ്കിൽ സ്വന്തം നിയമവാഴ്ചയുടെ ബലൂചിസ്ഥാനിലേക്കുള്ള കടന്നുകയറ്റം, ആ പരാജയം എല്ലാം തന്നെ മറയ്ക്കുന്നതിന് ഇന്ത്യ വിരോധം ഉപയോഗിക്കുന്നു. ഒരു പരിധിയിൽ കൂടുതൽ ആ പരിപ്പ് വേകുന്നില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടം പാകിസ്ഥാൻ ആക്രമണ വിധേയമായ ഇന്ത്യയിൽ നിന്നും ഔപചാരികമായ തന്നെ പ്രതികരണം ഉണ്ടായല്ലോ. ആ സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങൾ ആളിക്കത്തുന്നു. ഇനി ലാഹോറിലേക്ക് വരാം. ലാഹോർ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ലാഹോറും കറാച്ചിയുമാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട 2 നെർവ് സെൻറ്റേഴ്സ്. ദക്ഷിണ സിന്ധ് മേഖലയുടെ തലസ്ഥാനം കറാച്ചിയും പഞ്ചാബിൻ്റെ മുഖ്യ പട്ടണമായ ലാഹോറും. ഈ 2 പട്ടണങ്ങളുടെയും വിമാനത്താവളങ്ങൾ പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. അതായത് പാകിസ്ഥാന് പുറം ലോകവുമായുള്ള ബന്ധമുള്ള 2 പ്രദേശങ്ങൾ ഇത് ഷട്ട് ഡൗൺ മാതിരിയാണ്. അപ്പോൾ ഇവിടെ ഒരു പാനിക് സിറ്റുവേഷനാണ്. ലാഹോറിൻ്റെ പഠന പ്രദേശത്ത് തന്നെയുള്ള മുറിഡ്കയിലാണ് ലഷ്കറിൻ്റെ ക്യാമ്പ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത്. അപ്പോൾ ഓർക്കൂ, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണമല്ല ഇപ്പോഴത്തെ സ്ഫോടനം എന്ന് പറയുന്നത്. അതിന് സ്ഥിരീകരണമില്ല ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്നോ സ്ഫോടനത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്ത് എന്നോ അറിയില്ല. 3 സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനർത്ഥമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മാലപ്പടക്കം പോലെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാന് 2-3 തലങ്ങളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പോരാട്ടം നടത്തേണ്ടി വരും. ഒന്ന്, ഫയർ ഫൈറ്റിംഗ് ആണ്, ആഭ്യന്തരമായ ഫയർ ഫൈറ്റിംഗ്. ബലൂചിസ്ഥാനിൽ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഇപ്പോൾ ലാഹോറിൻ്റെ പ്രാന്തപ്രദേശത്തിൽ ഉൾപ്പെടെ ഫയർ ഫൈറ്റിംഗ് ആണ് ഒന്ന്. 2, പാകിസ്ഥാൻ്റെ ജനതയെ വിശ്വാസത്തിലെടുക്കണം. അതിന് യാതൊരു നീക്കവും സർക്കാർ നടത്തിയതായി അറിവില്ല. അതുകൊണ്ട് സർക്കാർ ഏജൻസികൾ തമ്മിൽ, ഗവൺമെൻറ്റിന് അതിൻ്റെ ഭാഗമായ മന്ത്രിമാർ തമ്മിൽ, അത് ഒരേ മന്ത്രി തന്നെ രാവിലെ പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്, ആ രീതിയിൽ ഏകോപനമില്ലാത്ത രീതിയിൽ രാഷ്ട്രീയ നേതൃത്വം പ്രതികരിക്കുന്നു. ചിതറിയ ഒരു മനോഭാവം. അത് മാത്രമല്ല, സൈന്യവും രാഷ്ട്രീയ നേതൃത്വം തമ്മിലുള്ള കോർഡിനേഷൻ ഓൾ ടൈം ലോ ലെവലിൽ നിൽക്കുന്നു. മറുവശത്ത് ഇന്ത്യ. ഇതിൻ്റെ ഒരു പശ്ചാത്തലം, പാകിസ്ഥാൻ്റെ തകർച്ച മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയുടെ ഒരു സ്റ്റെബിലിറ്റി, സോളിഡിറ്റി അതും കൂടെ മനസ്സിലാകണം. സർവകക്ഷി യോഗം ഇപ്പോൾ ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സർവകക്ഷി യോഗം തുടങ്ങുകയാണ്. പ്രധാനമന്ത്രിയും പ്രധാനപ്പെട്ട മന്ത്രിമാരും ഈ പ്രതിപക്ഷ നേതാക്കളുമായും മറ്റ് കക്ഷി നേതാക്കളുമായും വിശദമായി കഴിഞ്ഞ ദിവസത്തെ ആക്രമണം, ഓപ്പറേഷൻ സിന്ധൂർ, അതേക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ നിരന്തരമായ അതൊരു അഭിലാഷമാണ്, ഒരു ജനാധിപത്യ കൾച്ചറിൻ്റെ ആഘോഷമെന്ന് വേണമെങ്കിൽ പറയാം. പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നില്ല. ദേശ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ ദ എൻറ്റയർ നേഷൻ, ദ എൻറ്റയർ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് വൺ. ഈ ഒരു പ്രതീതി ജനിപ്പിക്കുന്നു. ഈ ഒരു തത്വം പൂർണ്ണമായി ഇന്ത്യ ഈസ് ലിവിങ് ദ പ്രിൻസിപ്പിൾ. ആ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് രാജ്യത്തിൻ്റെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ഉൾപ്പെടെ കോൺഫിഡൻസിലെടുക്കുകയാണ്. ചില വിരുദ്ധമായ ശബ്ദങ്ങൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്ത്, കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഭാഗത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായി. എന്താണ് തെളിവ്? അത് മാത്രമല്ല, സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന്, പഹൽഗാമിൽ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് വേണ്ട രീതിയിൽ ആ സമയത്ത് ആക്ഷൻ എടുക്കാതിരുന്നത്? പ്രധാനമന്ത്രിയുടെ യോഗം അവിടെ നടക്കുന്നുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് വിട്ടുനിന്ന സാഹചര്യം എന്താണ്? ഇതെല്ലാം തന്നെ
ചില ചോദ്യങ്ങൾ ചോദിച്ച കോൺഗ്രസ് സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷിക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ എന്ത് ചോദ്യങ്ങൾക്കും സ്ഥലവും നേരവും കാലവും ഒക്കെ നോക്കി വേണമല്ലോ ചോദ്യങ്ങൾ ചോദിക്കാൻ. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. ദീസ് ആർ ദ ഫാക്ട്സ്, these are the actions we have taken, there is nothing to hide from the opposition. അതുകൊണ്ടാണ് സർവകക്ഷി യോഗം. അവിടെ രാജ്യം ഒറ്റക്കെട്ടാണ്. സൈന്യവും ഗവൺമെൻറ്റും പ്രതിപക്ഷവും ജനങ്ങളും ഒറ്റക്കെട്ടായി. വിരുദ്ധമായ ശബ്ദങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല എന്നും രാജ്യം പൂർണ്ണമായി യുദ്ധസജ്ജമായി പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ പ്രത്യേകത. അതുകൊണ്ട് ഡിഫറൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് നമ്മൾ കാണുന്നത്. പൂർണ്ണമായി തകർന്നു നിൽക്കുന്ന, ശിഥിലമായി നിൽക്കുന്ന പാകിസ്ഥാനും പൂർണ്ണമായി സജ്ജമായി സോളിഡായി നിൽക്കുന്ന ഭാരതവും മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ സ്വന്തം ആഭ്യന്തര വൈരുദ്ധ്യത്താൽ തകരുന്നത് ഇന്ത്യക്ക് സമാധാനപരമായി അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണാനാവുമെങ്കിൽ അതായിരിക്കും ഏറ്റവും മനോഹരമായ കാഴ്ച. ഒരു രാജ്യത്തിൻ്റെ ഭ്രാന്തൻ നിലപാടുകൾക്ക് നിന്നു കൊടുക്കാൻ നമുക്ക് കഴിയില്ല തന്നെ. നമ്മുടെ ഭാരതത്തിലെ പൗരന്മാരെയോ സൈനികരെയോ നമുക്ക് ഗുരുതി കൊടുക്കാൻ കഴിയുകയുമില്ല. നമ്മൾ തിരിച്ചടിക്കേണ്ട സമയം, അല്ലെങ്കിൽ അടുത്ത ഓപ്പറേഷൻ സിന്ദൂർ 2.0 അനിവാര്യം എന്ന് തന്നെയല്ലേ കരുതണ്ടേ? ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഈസ് എ കണ്ടീഷണൽ അഫെയർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ ഭീകരരെ ഉപയോഗിച്ചുകൊണ്ട്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കി. അതിന് ന്യായവും വ്യക്തവും സുശക്തവുമായ മറുപടി കൊടുത്തു. ധാർമ്മികത ലെവലേശം നഷ്ടപ്പെടാതെ മറുപടി കൊടുത്തു. അതുകൊണ്ട് അവസാനിക്കുമെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാവേണ്ടതില്ല. പക്ഷേ അതുകൊണ്ട് അവസാനിക്കാൻ സാധ്യത കുറവാണ്. പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന പ്രസ്താവനകളുടെ ഒരു രീതിശാസ്ത്രം പരിശോധിക്കുമ്പോൾ ഇതുകൊണ്ട് അവസാനിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സംഘർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നിരന്തരം ഇന്ത്യയുമായി സംഘർഷ സാധ്യത ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ രാജ്യത്തെ ജനങ്ങളെ ഇങ്ങനെ വൈകാരികമായി ഉദ്ദീപിപ്പിച്ച് ഒരുമിപ്പിച്ച് നിർത്തുക എന്ന പാകിസ്ഥാൻ്റെ തന്ത്രമാണ്. ഇവിടെ എസ്കലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആവശ്യമല്ല, പാകിസ്ഥാൻ ജനതയുടെ ആവശ്യമല്ല, പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആവശ്യമല്ല, മറിച്ച് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും അതിൻ്റെ ഉന്നത നേതൃത്വം അസിം മുനീറിൻ്റെയും ആവശ്യമാണ്. ഇന്ത്യ വിരുദ്ധത അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഒരു ലെവലിൽ കൂടുതൽ പോയാൽ ഓപ്പറേഷൻ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച തിയററ്റിക്കലി ഓപ്പറേഷൻ 2 സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവശേഷിക്കുന്ന ബാക്കി തീവ്രവാദ ക്യാമ്പുകൾ, 21 തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും അവരുടെ ഹെയ്വൻസും സാങ്ച്വറീസും, അപ്പം ഇതെല്ലാം തന്നെ വലിയ ഉല്ലാസ നഗരങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളാണ്. യഥാർത്ഥത്തിൽ മുറിക്കയിലൊക്കെ ഇപ്പം പറയുന്ന പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ എല്ലാം ക്ലബ്ബുകളും അസോസിയേഷൻസും ജിമ്മും നീന്തൽ കുളങ്ങളും അതുപോലെ ഉല്ലാസ സൗകര്യങ്ങളും എല്ലാമുള്ള സൂപ്പർ മാർക്കറ്റുകളും ലിവിങ് കോംപ്ലക്സുകളും എല്ലാമുള്ള വലിയ സജ്ജീകരണങ്ങളാണ്. ആ രീതിയിലുള്ള ഒരു തരം ഈ എംബഡഡ് ടെറർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അത് ഗവൺമെൻറ്റിൻ്റെയും സൈന്യത്തിൻ്റെയും ഒത്താശയോടുകൂടി നടക്കുന്ന അങ്ങനത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ഇനിയും ഉണ്ടാകും. ആ ഇൻഫ്രാസ്ട്രക്ചറുകൾ, അവരുടെ കമാൻഡ്, കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ നെറ്റ്വർക്ക്, ഇതെല്ലാം തകർക്കാൻ വേണ്ടി ഒരുപക്ഷെ രണ്ടാമത്തെ വേവ് ഓഫ് അറ്റാക്ക്, അതാണല്ലോ സിന്ദൂർ 2.0 എന്ന് നമ്മൾ ഓമന പേരിൽ വിളിക്കുന്ന പ്രതീകാത്മകമായ ഒരു കാര്യം. പക്ഷേ അതിലൊതുങ്ങുമോ? അതിലൊതുങ്ങില്ല എങ്കിൽ സൈന്യത്തിന് വേദനിക്കുന്ന രീതിയിൽ, എവിടെയാണോ വേദനിക്കുന്നത് അവിടെയാണ് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. സൈന്യത്തിന് ഇതുവരെ വേദനിച്ചിട്ടില്ല. അവർ പ്രോക്സി വാറിലാണ്, അവരുടെ പ്രോക്സീസിനാണ് വേദനിച്ചത്. ഇനി സൈന്യത്തിൻ്റെ ഉന്നത നേതൃത്വത്തെ, സൈന്യത്തിൻ്റെ വ്യക്തമായ താവളങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പേര് യുദ്ധമെന്നായിരിക്കും. ഇന്നലെ വരെ നടന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം വരെ നടക്കുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ഇൻഡോ പാക് യുദ്ധമല്ല. ആ ഒരു നിർവചനത്തിലല്ല നോക്കുന്നത്. ഈ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് യുദ്ധമെന്ന് പറയാനാവില്ല. ഇന്ത്യ വ്യക്തമായി പറഞ്ഞു, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം വ്യക്തമായി പറഞ്ഞു, വി ഹാവ് നത്തിങ് എഗൻസ്റ്റ് പാകിസ്ഥാൻ, വി ഹാവ് നത്തിങ് എഗൻസ്റ്റ് ദി പീപ്പിൾ ഓഫ് പാകിസ്ഥാൻ. സൈന്യത്തിനെതിരെ പോലുമല്ല ഇന്ത്യ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നമ്പർ 1 പ്രതികരിച്ചിട്ടുള്ളത്, തീവ്രവാദികൾക്കെതിരെ മാത്രം. രണ്ടാമത്തെ ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അത് സൈന്യത്തിന് നേരെയാകും. കാരണം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആരാണോ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരെയും
അവരുടെ പിന്നിൽ കളിച്ച ചരട് വലിച്ച ശക്തികളെയും ചുൻകർമാരേഖ അവരുടെ മടയിൽ ചെന്ന് ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ സൈന്യം തന്നെയാണ്. അപ്പോൾ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതാപൂർവമായി ഇരിക്കേണ്ട സമയങ്ങളാണിത്. ആ ജാഗ്രത കൈവിടുമോ അതോ ഹൂ വിൽ ബ്ലിങ്ക് ഫസ്റ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ മുഖാമുഖം നിൽക്കുകയാണ്. സൈന്യത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ആ പന്ത്, അതായത് സൈന്യത്തിൻ്റെ കോർട്ടിലാണ് ഇപ്പോൾ പന്തുള്ളത്. അത് എങ്ങനെ കളിക്കണമെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് തീരുമാനിക്കാം. കളി പിശകിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂർ 2.0 സംഭവിച്ചിരിക്കും.